അല്ല എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ? യെസ്. കുട്ടി വരൂ. ഹായ് ജാസ്മിൻ. ഹായ്. ജാസ്മിൻ. ഒന്നുമില്ല, നല്ല പേര് കേൾക്കുമ്പോ ഒരു പെർഫ്യൂം അടിച്ച തോന്നൽ. തോന്നൽ അതാണ് കുഴപ്പം. എന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, വെറും തോന്നൽ മാത്രം. അതിൽ യാഥാർത്ഥ്യമില്ല. പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ വെറുപ്പും നേടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ജാസ്മിനെ വിലയിരുത്തുന്നത്. മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? കാലി പിടിക്കുന്നൊന്നുമല്ല, ഞങ്ങളുടെ നോട്ടത്തിലൊരു ഇഷ്ടമുണ്ട്. ഇപ്പം ഞങ്ങൾ നോക്കുന്നില്ല, അതാണ് ആൾക്കാർ പുറത്ത് കാണുമല്ലോ. ഇവിടെ നാട്ടിലേക്ക് അയച്ചാ ഭയങ്കര കുഴപ്പാ. മോളിത് ആരോടും പറയരുത്. ഇല്ല, ഇവളവിടെ പല കുലുമാലുണ്ടായിക്കൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. ഒരു മുസ്ലിം ചെക്കനായിട്ടേ ഇവിടെ സ്നേഹാണെന്നോ കല്യാണം കഴിക്കാൻ പോകണമെന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ അവിടെ ലാലേട്ടൻ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, മോളെ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ല. അപ്പം എനിക്ക് കൂളായിട്ട് പറയാം, അതെ ലാലേട്ടൻ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെസി മതിയാക്ക്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. നീ ചെല്ലാൻ നോക്കി. Don't try to play the fool with me, Nigesh. No, it's very bad. ചത്തില്ലേ ഇവനിപ്പോ ഇങ്ങോട്ട് ഇട്ടെടുക്കണത്? എല്ലാവരെയും പോലെ ഞാനൊരു മനുഷ്യജന്മമാണ്. എനിക്ക് എല്ലാം നല്ലത് മാത്രമില്ല, എനിക്ക് ചീത്തകളുണ്ട്. ഞാൻ തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.